രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതിയുമായി മറ്റൊരു പെൺകുട്ടി മുറിയിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന 23-കാരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത്. സ്വകാര്യത പരിഗണിച്ച് പേര് മറച്ചുവെക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മുറിയിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് 23-കാരിയുടെ പരാതി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ് എന്നീ നേതാക്കൾക്ക് പെൺകുട്ടി പരാതി അയച്ചു. വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് 23-കാരിയുടെ പരാതി. മുറിയിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ച ശരീരമാകെ മുറിവേൽപ്പിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിനാണ് 23-കാരി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയാണ് ബലാത്സംഗ പരാതിയുമായി മറ്റൊരു പെൺകുട്ടിയും കൂടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മുറിയിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് 23-കാരിയുടെ പരാതി. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന 23 വയസ്സുള്ള പെൺകുട്ടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത്. സ്വകാര്യ പരിഗണിച്ച പേര് മറച്ചുവെക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ബംഗളൂരു സ്വദേശിയായ 23-കാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ചൂഷണം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. വിജിൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ പരാതി വന്നിരിക്കുകയാണ്. അതും 23-കാരിയുടെ പരാതിയാണ്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്താണ്? 23-കാരി പോലീസിലാണോ പരാതി നൽകിയിരിക്കുന്നത്, അതോ കോൺഗ്രസ് നേതൃത്വത്തിനാണോ? അജി, ഇന്ന് ഉച്ച 1 മണിയോടുകൂടിയാണ് KPCC നേതൃത്വത്തിനും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും AICC-ക്കും ഈ 23-കാരിയായ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടി കേരളത്തിന് പുറത്ത് പഠിക്കുന്ന പെൺകുട്ടിയാണ്, താമസിക്കുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അകത്തേക്ക് മുറിയിലേക്ക് കടന്നു കയറി അതിക്രമിച്ചു, ഒപ്പം തന്നെ ക്രൂരമായി ശരീരത്തിൽ മുറിവേൽപ്പിച്ചു, പലതവണ വിവാഹ വാഗ്ദാനം നൽകുകയും വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു, ഒപ്പം തന്നെ ഗർഭിണിയാക്കണമെന്ന് നിലവിലെ ഇപ്പോൾ ഉള്ള അതിജീവിതയോട് പറഞ്ഞതിന് സമാനമായ രീതിയിൽ തന്നെ ഗർഭിണിയാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ പരാതി ഉള്ളതാണ്. ഇങ്ങനെയൊരു പരാതി ലഭിച്ചതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുറിയിൽ വെച്ച് ക്രൂരമായി അതിക്രമിച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി ഈ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ശാരീരികവും മാനസികവുമായി ക്രൂരമായ പീഡനം നേരിട്ടുവെന്നും ഈ 23-കാരി പറയുകയാണ്. നേരത്തെയും മറ്റ് പെൺകുട്ടികൾ ഉൾപ്പെടെ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ അതിക്രമത്തിനൊക്കെ ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. ഇപ്പോഴാണ് ഔദ്യോഗികമായി KPCC നേതൃത്വത്തിന് തന്നെ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. അതിൽ ഈ 23-കാരി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ്, ഡിഗ്രി പ്രായം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2023 തനിക്ക് ഈ അനുഭവം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്. ഇപ്പോൾ പരാതിക്ക് നൽകിയിട്ടുള്ള പെൺകുട്ടിക്ക് ഉണ്ടായ സമാനമായ രീതിയിലുള്ള അനുഭവമാണ് തനിക്കുമുണ്ടായത്. തൻ്റെ മൊബൈൽ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടെലഗ്രാം വഴിയാണ് നിരന്തരം മെസ്സേജ് അയച്ചത്. തനിക്ക് കല്യാണം കഴിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ ഈ പരാതിയിൽ പെൺകുട്ടി പറയുന്നത്. 2023 ഡിസംബറിലാണ് പരാതിക്കിടയായ സംഭവമെന്നും ഈ പരാതിയിൽ പെൺകുട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരിചയപ്പെട്ടത് അത് ഇൻസ്റ്റഗ്രാം വഴിയാണെന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. വിവാഹകാര്യം കുടുംബത്തെയും അറിയിച്ചിരുന്നു, പക്ഷേ കുടുംബം ആദ്യം എതിർത്തു. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിന് പിന്നാലെ കുടുംബം ഈ ബന്ധത്തിന് സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളുമായി വീട്ടിൽ എത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് എത്തിയില്ല. വലിയ തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം, ഒപ്പം തന്നെ പീഡനവും ഒക്കെയാണ് താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ് നിലവിൽ ഈ സണ്ണി ജോസഫിന് അയച്ച പരാതിയിൽ പറയുന്നത്. ഇത്രയും നാൾ ഒരു പരാതി, അത് നേരത്തെ പരാതി ഇല്ല എന്നുള്ള കാര്യങ്ങൾ വെച്ചായിരുന്നു രാഹുലിനെ കോൺഗ്രസ് നേതാക്കളൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. സസ്പെൻഷന് പുറത്തുള്ള നടപടി വേണം, MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്ന ഘട്ടത്തിലൊക്കെ പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, തങ്ങളുടെ കോർട്ടിലല്ല സർക്കാരിന്റെ കോർട്ടിലാണ് നിലവിൽ പന്തുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിച്ചാലും അതിൽ പാർട്ടി ഇടപെടില്ല എന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പാർട്ടിക്ക് തന്നെ നേരിട്ട് ഒരു പരാതി 23-കാരിയായ പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അതിൽ പറയുന്നത് നിലവിലെ പരാതിക്ക് ഒപ്പം തന്നെ നിലവിലെ പരാതിക്കാരി നൽകിയ മൊഴിക്കൊക്കെ സമാനമായ രീതിയിൽ ക്രൂരമായ നിലയിലുള്ള പീഡനം
പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിൽ നൽകിയ പെൺകുട്ടിയുടെ സ്ക്രീൻഷോട്ടിലൊക്കെ പറയുന്നതിന് സമാനമായ രീതിയിൽ ഗർഭിണിയാക്കണം എന്ന ആവശ്യമാണ് ഈ പെൺകുട്ടിയോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2023 ഡിസംബറിലാണ് ഈ പീഡനം ഉണ്ടായത് എന്ന കാര്യവും ഈ പരാതിയിൽ പെൺകുട്ടി പറയുന്നുണ്ട്. ഇനി സ്വാഭാവികമായും നിലവിൽ അന്വേഷണമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ KPCC നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആയി, കോൺഗ്രസിന്റെ പാർട്ടി അംഗമായി ഒക്കെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. അതിനിടയിലാണ് വലിയ തരത്തിലുള്ള പീഡന പരാതി, അതിന്റെ മൊഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒടുവിൽ കഴിയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും നാളെ ആദ്യത്തെ പരാതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി KPCC നേതൃത്വത്തിനും ഒപ്പം തന്നെ AICC നേതൃത്വത്തിനും പരാതിയായി ഇങ്ങനെ തനിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ, പരാതി ഉയർന്നു വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും. പെൺകുട്ടിയുടെ പേര് ഇല്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്നാണ് നിലവിൽ KPCC നേതൃത്വത്തിന് ഈ പരാതി കൈമാറിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. എന്തായാലും KPCC നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇനി കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നുണ്ട്. വലിയ തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു വലിയ കോലാഹലമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് മാറിയിരിക്കുന്ന ഘട്ടമുണ്ട്. നേരത്തെയും പല സോഷ്യൽ മീഡിയകളിലും ഒപ്പം തന്നെ മറ്റ് ആളുകൾ ഒക്കെ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പലരെയും ഈ രീതിയിൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് 23 കാരിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ പരാതി. അജി, അതീവ ഗൗരവമുള്ള ഒരു